ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന കൊടിയ വിഷം അടിച്ച പച്ചക്കറികളിൽ നിന്നും നമുക്കെങ്ങനെ രക്ഷ നേടാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ. ഞാൻ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള ജോസിൻ്റെ 5 സെൻറ്റ് സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ള കൃഷിയാണ് ഈ കാണുന്നത്. മനസ്സ് വെച്ചാൽ നമുക്കും ഉള്ള സ്ഥലത്ത് ഇതുപോലെ കൃഷി ചെയ്യാൻ കഴിയും. നേരം പോക്കിന് ഒപ്പം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഏറെ പ്രയോജനപ്രദമാണ്. രാവിലെയും വൈകുന്നേരവും അദ്ദേഹം കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കുന്നത് കാണാമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ഞാനും കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു. ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഊർജം പകർന്ന നിമിഷങ്ങളായിരുന്നു അത്. ജോസ് അദ്ദേഹത്തിനാവശ്യമുള്ള എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. തെങ്ങും കവുങ്ങും ജാതിയും കുരുമുളകും ഈ കൊച്ചു സ്ഥലത്ത്, ചേനയും ചേമ്പും വാഴയും പയറും വെണ്ടയും വഴുതനയും ചീരയും എന്നുവേണ്ട ഒരു സമ്മിശ്ര കൃഷിയിടമാണ് ഇത്. മനസ്സ് വെച്ചാൽ ഏത് ഭൂമിയും പൊന്നു വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് ഇദ്ദേഹം. നമുക്കും ഈ പാത പിന്തുടരാം. ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഒരു കാലത്ത് കാർഷിക വിളകളാൽ സമൃദ്ധിയായിരുന്നു. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് അനേകം പേര് വന്നിരുന്നു. കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളകും സുഗന്ധ കാർഷിക ഉൽപ്പന്നങ്ങളായ ഏലവും കറുകപ്പട്ടയും കരയാമ്പും ഇഞ്ചിയും എല്ലാം ആരോഗ്യത്തിന് അനുയോജ്യമായവ. മലയാളികൾ പ്രവാസ ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടതോടെ നമ്മുടെ കാർഷിക മേഖലയിൽ വലിയ തകർച്ചയാണ് ഉണ്ടായത്. അതോടെ നാം കാർഷിക മേഖലയിൽ നിന്ന് നടന്നകലുകയാണ് പിന്നെ കാണാൻ കണ്ട കാഴ്ചകൾ. ഈ അവസരം സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമിച്ചുള്ള ബിസിനസ്സുകാർ ഇവിടെ ചുവടുറപ്പിച്ചു. കർഷകരാണ് നാടിൻ്റെ നട്ടെല്ല് എന്ന തിരിച്ചറിവ് നമ്മുടെ നാട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു. ചില ഒറ്റപ്പെട്ട ഇപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എന്നത് ആശ്വാസമാണ്. കാർഷിക മേഖലയിൽ ഒരു തിരിച്ചുവരവ് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളം തരിശുഭൂമികൾ ഇപ്പോഴുമുണ്ട്. ഇവയെങ്ങനെ കൃഷിയോഗ്യമാക്കാം എന്ന് സർക്കാരും പൊതുജനവും ഒരുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണ്. അതോടെ നമ്മുടെ യുവത്വത്തെ ഒരു പരിധിവരെ ഇവിടെ തൊഴിൽ നൽകി സംരക്ഷിക്കാനും കഴിയും. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം ശീലമാക്കുക. അതിന് നമുക്കുള്ള കൃഷിയിടത്തിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു വെണ്ടയോ വഴുതനയോ പയറോ ചീരയോ ഒക്കെ നട്ടു വളർത്തി നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ സ്വയം സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ വലിയ നേട്ടമായിരിക്കും നാടിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും. വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഞങ്ങൾ ഒരേ ദിവസം വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കഥയും കാര്യമായി ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നതാണ്.